ഇതെന്നാ കുഞ്ഞു പരിപാടി? ഏത്തക്കാപ്പവും ബീഫും. ആഹാ, ഇതെവിടുന്ന് പഠിച്ചു ഈ പരിപാടി? പഠിച്ച്. ബീഫ് ആര് വെച്ചാ? ജോമാസ് വേൾഡ്. ഏത്തക്കാപ്പം മക്രോണിയിൽ ഏതോ ഒരു ചേട്ടൻ. ആരുകൊണ്ട് തന്നു? ഓട്ടോ ചേട്ടൻ. ബീഫ് കറി കണ്ടപ്പം പുള്ളിക്ക് ഏത്തക്കാപ്പം വേണോന്ന്. ആണോ? അറിയാൻ മേല. വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം. എനിക്ക് ആസ്വദിച്ച് കഴിക്കാമല്ലോ. പിന്നെ ഒത്തിരി ഒന്നും എനിക്ക് വേണ്ട. ഒത്തിരി ബീഫൊന്നും വേണ്ട. ആ ഗ്രേവിയെ മുക്കിയാൽ മതി. ചൂടാണോ? ശരി തന്നെ, അസാധ്യം. ഏത്തക്കാപ്പവും നല്ല സൂപ്പർ അല്ലേ? എന്നാ മുഴുത്ത ഏത്തക്കാപ്പ, സൂപ്പർ. അപ്പൊ ഇതുപോലെ ഏത്തക്കാപ്പവും പഴംപൊരിയും ബീഫും എന്നാണ് പറയുന്നത്. പഴംപൊരിയും ബീഫും കഴിച്ചിട്ടില്ലാത്തവർ, ഞാനുണ്ടാക്കിയ ബീഫ് ഇന്നുണ്ടാക്കിയ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഉലർത്തല്ലായിരുന്നു. ഇന്നുണ്ടാക്കിയത് കറിയാണ്, ബീഫ് കറി. അപ്പം ആരണ്ണ് കുറച്ച് ദിവസമായിട്ട് ബീഫ് കറിയും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞു. പൊറോട്ട വാങ്ങിച്ചു. പക്ഷേ പുള്ളി എത്രണ്ണം കഴിച്ചു? 2 പൊറോട്ടയും ബീഫും കഴിച്ചു. പക്ഷേ ഏത്തക്കാപ്പം അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ചുമ്മാ ഓട്ടോ ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേണ്ടേ കിട്ടി, കൊണ്ട് കൊടുത്തു. സൂപ്പർ സാധനം കേട്ടോ. ഞങ്ങളിവിടെ തൊട്ടടുത്ത മക്രോണി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല സൂപ്പർ ഏത്തക്കാപ്പം. അപ്പോൾ എല്ലാവരും ജോമാസ് വേൾഡിൻ്റെ എന്താ പറയുന്നത്, ആ റെസിപ്പി, ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി ഏത്തക്കാപ്പം ഉണ്ടാക്കി കഴിക്കുക. ഇവിടെ ഏത്തപ്പഴം ഇരിപ്പില്ലായിരുന്നല്ലേ, ഞാനുണ്ടാക്കി കൊടുത്തേനെ കേട്ടോ. ഞാൻ ഫ്യൂണറലിനൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചു പോയോണ്ടാണ്. ഓക്കേ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.